ഹലോ വെൽക്കം ടു ഡയറി ഡിലൈറ്റ്സ്. ഇന്ന് ഞാനൊരു മന്ത് ജേണൽ ചെയ്യാനാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ കുറേ നാളായി മന്ത് ജേണൽസൊക്കെ ചെയ്തിട്ട്. അപ്പോൾ ഞാൻ കരുതി ജൂൺ തൊട്ടിട്ട് ആ ട്രാക്കിലോട്ട് തന്നെ വരാമെന്ന്. അപ്പോൾ അതിന് ഓൾറെഡി ഞാനൊരു ഇൻട്രോ പേജൊക്കെ സെറ്റ് ചെയ്ത് ഷോർട്ടാക്കി ഇട്ടിട്ടിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ബാക്കിയുള്ള പ്ലാനേഴ്സും ട്രാക്കേഴ്സും ഒക്കെ അടുത്തടുത്ത പേജുകളിൽ ആഡ് ചെയ്യാമെന്ന് ഞാൻ കരുതി. അപ്പോൾ ഫസ്റ്റ് തന്നെ ഒരു ആംബിയൻസ് ഒക്കെ സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു സെൻറ്റഡ് കാൻഡിൽ കത്തിച്ച് വെച്ചിട്ടുണ്ട്. ഇത് ജിഞ്ചറിൻ്റെ സ്മെല്ല് വരുന്നൊരു കാൻഡിലാട്ടോ. ഞാൻ സാധാരണ ജിഞ്ചറിൻ്റെ സ്മെല്ല് വരുന്ന കാൻഡിൽ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ക്യൂരിയോസിറ്റിയുടെ പുറമെ ഞാൻ വാങ്ങിച്ചതാണ്. അതിൻ്റെ നല്ലൊരു സ്മെല്ലുണ്ട്, എനിക്ക് ഭയങ്കര റിഫ്രഷിംഗ് ആയിട്ട് തോന്നി. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ബുക്ക് എടുത്തു. നിങ്ങളുടെ കയ്യിൽ നോട്ട് ബുക്ക് ആണെങ്കിൽ ഓക്കെ, നമുക്ക് നോട്ട് ബുക്കിലും ജേർണൽസ് സ്റ്റാർട്ട് ചെയ്യാം, അതിനൊന്നും ഒരു കുഴപ്പമില്ല. എന്നിട്ട് അതിൽ ഫസ്റ്റ് തന്നെ മന്തിൻ്റെ പേര് വലുതാക്കി എഴുതുക, അതിൻ്റെ കലണ്ടർ എഴുതി കൊടുക്കുക. എന്തിനീ കലണ്ടർ ഫസ്റ്റ് തന്നെ എഴുതി കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കലണ്ടർ നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ആ ഡേറ്റിലുള്ള കാര്യങ്ങൾ ഓർത്തെടുക്കാനും പ്ലാൻ ചെയ്യാനും ഒക്കെ സഹായിക്കും. അല്ലെങ്കിൽ പിന്നെ ആ കലണ്ടർ തപ്പാൻ പോകണം, ഫോണിൽ കലണ്ടർ നോക്കാൻ പോകണം. അപ്പോൾ വീണ്ടും നമ്മൾ മൊബൈലിൽ നമ്മുടെ മൈൻഡ് ഡിസ്ട്രാക്റ്റഡ് ആവും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ആദ്യമേ എഴുതി വയ്ക്കുന്നത്. പിന്നെ വീക്ക്ലി പ്ലാനർ എഴുതി കൊടുക്കുക. ഓരോരോ ഡേറ്റിൽ നടന്ന സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് അപ്പോൾ എഴുതാം. നോട്ട്സിൻ്റെ സെക്ഷന് വേറെ എഴുതി കൊടുക്കാം. ഒന്ന് കളർഫുള്ളാക്കാൻ വേണ്ടിയിട്ട് ബ്രഷ് പെൻസൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ബോർഡറൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. കുറച്ച് സ്റ്റിക്കേഴ്സൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ല രസം ഉണ്ടായിരിക്കും കാണാൻ. അപ്പോൾ ആ പേജ് എടുത്ത് നോക്കാൻ, അതിൽ എഴുതാനൊക്കെ നമുക്ക് തോന്നും. ഒരു ഡള്ളായിട്ടുള്ള പരിവം മാറും, അതിന് സഹായിക്കും. അടുത്ത പേജിൽ ഹാബിറ്റ് ട്രാക്കറാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. ഏതൊരു ഹാബിറ്റ് നമ്മുടെ ബോഡിയും നമ്മുടെ മൈൻഡും ഒന്ന് അതിനോട് അഡ്ജസ്റ്റ് ആയിട്ട് വരാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് ട്രാക്ക് ചെയ്യാനും അറ്റ് ദ എൻഡ് ഓഫ് ദ മന്ത് നിങ്ങൾ എത്ര ദിവസം മടി പിടിച്ചു, എത്ര ദിവസം നിങ്ങൾക്ക് ആ ഹാബിറ്റ് ഫോളോ ചെയ്യാനായിട്ട് പറ്റി, അടുത്ത മാസം നിങ്ങൾക്ക് അതിനേക്കാളും ബെറ്ററാക്കി ചെയ്യാൻ പറ്റുമോ, ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഹാബിറ്റ് ട്രാക്കേഴ്സ് ചെയ്യുന്നത്. ഞാനിവിടെ യോഗയും സ്കിൻ കെയറും ആണ് കൊടുത്തെടുക്കുന്നത്. നമുക്ക് ജൂൺ മാസം അവസാനിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എത്ര ദിവസം ഞാൻ കറക്റ്റായിട്ട് യോഗ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ സ്കിൻ കെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ടേക്ക് അടുത്ത മാസം തൊട്ടിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അടുത്ത പേജിൽ പോസിറ്റിവിറ്റി നോട്ട്സ് ആണ്. അതായത് ചുമ്മാ ഗൂഗിളിൽ നിന്ന് പോസിറ്റിവിറ്റി കോട്ട്സ് എഴുതുന്ന ഒരു സ്പേസ് അല്ല ഞാൻ ഉദ്ദേശിച്ചത് ഇവിടെ. അതായത് നമ്മൾ ജേർണൽ ചെയ്യുമ്പോൾ പൊതുവെ പോസിറ്റീവായിട്ട് ഇരിക്കുമ്പോഴായിരിക്കുമല്ലോ ജേർണൽ ചെയ്യുക. അല്ലെങ്കിൽ പോസിറ്റിവിറ്റി തോന്നുന്ന സമയത്ത് അങ്ങനത്തെ ഒരു എൻവയോൺമെൻറ്റിൽ വേണം നമ്മൾ ജേർണൽ ചെയ്യാനായിട്ട്. കാരണം ഈ ബുക്ക് നമുക്ക് പിന്നീട് എടുത്ത് നോക്കുമ്പോൾ റിഗ്രറ്റോ അല്ലെങ്കിൽ വിഷമോ ഒന്നും തോന്നാനായിട്ട് പാടില്ല. അപ്പോൾ പോസിറ്റീവായിട്ട് ഇരിക്കുന്ന സമയത്ത് ഇരുന്ന് തുറന്ന് നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു പേജ് കാണുമ്പോൾ നമ്മുടെ മൈൻഡിൽ അപ്പം തോന്നുന്ന ആ കാര്യം, പോസിറ്റീവായിട്ടുള്ള കാര്യം എഴുതാനുള്ളൊരു സ്പേസാണിത്. അത് മലയാളത്തിൽ ഇംഗ്ലീഷായാലോ നമ്മൾ കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് എഴുതാം. അത് നമ്മുടെ മൈൻഡിൽ വരുന്ന കാര്യങ്ങൾ എഴുതാനുള്ള ഒരു സ്പേസ്. അപ്പോൾ അതും ഞാൻ കളർഫുൾ ആക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പ്ലാനും ട്രാക്കറും. നിങ്ങൾക്ക് ഇനിയും പേജസ് ആഡ് ചെയ്യാം. അപ്പോൾ അത്രയേ ഉള്ളൂ.